ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് എത്ര കാലമായി? 2-3 മാസമായി. അപ്പോൾ നമ്മളെന്താ ഇത്ര ലേറ്റ് ആയെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മടി കയറി വീഡിയോസ് ഇടാൻ. ആരും സപ്പോർട്ട് ചെയ്ത് തന്നെ ഇത്തിരി മടിയായി കാരണം ഇട്ടില്ല. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുമ്പോൾ എൻ്റെ ഷോർട്സ് ഒക്കെ കണ്ടു. അപ്പം ഞാൻ വെറുതെ കയറി മുന്നത്തെ വീഡിയോസ് ഇരുന്ന് നോക്കി. അപ്പോൾ വിചാരിച്ചു ഒന്നുകൂടി വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയൊരു കണ്ടന്റ് ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. 3 മാസം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുന്നു. ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഈ 2-3 മാസമായി നമ്മൾ ഗ്യാപ്പ് ഇട്ട് വീഡിയോ ഇട്ടിട്ട്, അപ്പൊ ഈ മാസങ്ങൾക്കിടയിൽ എൻ്റെ അക്കൗണ്ടിൽ എന്ത് സംഭവിച്ചു, അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാലാണ് എനിക്ക് പെട്ടെന്ന് പിടിച്ച് വളരാൻ പറ്റുള്ളൂ. കാലത്ത് യൂട്യൂബിൽ വളരെ ടാസ്ക്കാണ്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമുക്കും വളരാം. അപ്പൊ ഗായ്സ്, ഞാൻ റെക്കോർഡ് ഓണാക്കാൻ മറന്നു. കുഴപ്പമില്ല. അപ്പൊ ഗായ്സ്, റെക്കോർഡ് ഓണാക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് എല്ലാം സെറ്റാണ്. നമുക്ക് പെനാൽറ്റി അടിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് തുടങ്ങാം കേട്ടാ. പെനാൽറ്റി അടിച്ചു തുടങ്ങാം. വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. ജസ്റ്റ് ഫസ്റ്റ് വീഡിയോ ആകാൻ വേണ്ടി നമ്മൾ തുടങ്ങുന്നതാണ്. വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. 2-3 പ്ലേയേഴ്സ് പുതിയത് വന്നു, ഫ്രീ കാർഡ്സുകൾ. അതേതാന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. സെൻട്രിക്ക് അടിച്ച് തന്നെ തുടങ്ങാം. പ്രൊഫഷണൽ ഗോൾ. അപ്പോ നാളെ 100 കോയിൻ കിട്ടൂട്ടാ. ഇപ്പൊ നാളെയാണ് നമുക്ക് 100 കോയിൻ കിട്ടുന്നത്. ഇപ്പൊ എൻ്റെ എത്രയാ? 220 കോയിനാണല്ലോ. അപ്പൊ നാളെ നമുക്ക് 100 കോയിൻ അങ്ങോട്ട് കിട്ടും. അപ്പൊ ഗായ്സ്, നമ്മുടെ ടീം ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ടീം കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചു. സ്ട്രെങ്ത് ലേശം കൂടി. ആ ടൈമില് 3192 സംതിങ്ങിലൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പൊ അത് 3211 ആയി ഗൈസ്. ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് 2 പുതിയ പ്ലേയേഴ്സ്, 3 പുതിയ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഡ്രോഗ്ബ. ഈ അടുത്ത് കിട്ടി. നമ്മള് സ്പിന്ന് കിട്ടിയപ്പോ സ്പിൻ ചെയ്യും. സാധനം കിട്ടി. കുഴപ്പമില്ല, നല്ല കളിയാണ്. 9 മാച്ചോളാണ് കളിച്ചത്. എന്നിട്ട് അതിൽ വെറും 3 ഗോൾ അടിച്ചിട്ടുള്ളൂ. ഗോൾ അടിപ്പിക്കാൻ ടാസ്കാ. ഒരു അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല കാർഡൊക്കെ തന്നെയാണ്. ബൂസ്റ്റർ ഇതല്ല ശരിക്കും വേണ്ടത്. ഈ കിട്ടിയത് ഈ ബൂസ്റ്റർ ആയാലും ഇത് ഇട്ടു. പിന്നെ നമ്മുടെ സ്വന്തം നമ്മുടെ ബെർബറ്റോവാണ്. ആള് കുഴപ്പമില്ല. ടോട്ടല് 91 മാച്ച് കളിച്ചുകൂട്ടാ. 100 മാച്ചിന്റെ അടുത്ത് എത്താറായി. 91 മാച്ചിൽ 30 ഗോൾ അടിച്ചിട്ടുള്ള ആള്. 30 ഗോളും 18 അസിസ്റ്റുമാണ് ആള് കൊടുത്തത് എൻ്റെ മാച്ചിൽ കേട്ടോ. പിന്നെ നമ്മുടെ ടോട്ടിയാണ്. ടോട്ടി 72 മാച്ച് കളിച്ചിട്ടുള്ളൂ. 72 മാച്ചില് 10 ഗോളും 10 അസിസ്റ്റും ആണ് ഉള്ളത് കേട്ടോ. 10 ഗോളും 10 അസിസ്റ്റും. ആളുടെ ഓവർ റേറ്റിംഗ് നല്ല സെറ്റാണ്. ബോൾ കൺട്രോൾ 96, ഡ്രിബിളിങ് 97, ടൈറ്റ് പൊസിഷൻ 96, ലോ പാസ് 90, ഫിനിഷിങ് 94, സെറ്റ് പീസ് 90, പിന്നെന്താ ആക്സലേഷൻ 91, ബാലൻസ് 91. കുഴപ്പമില്ല, നല്ല കൂളായ കാർഡാണ്. പിന്നെ നമ്മുടെ സബിലേക്ക് കയറി നോക്കിയ സബിലുള്ളത് നമ്മുടെ എന്താണ് പിന്നെ പേര്, ഷവച്ചെങ്കോ. അവനാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ 77 മാച്ചാണ് കളിച്ചിരിക്കുന്നത്. 77 മാച്ചില് 30 ഗോളും 14 അസിസ്റ്റും ആണ് കൊടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല കാർഡാണ്. കൂടുതൽ അങ്ങനെ ഇറക്കാറില്ല അവന്. നമ്മുടെ ഒഫൻസീവ് തേങ്ങണ മൂട് അവയർനെസ്സില് 96 പിന്നെ ഫിനിഷിങ് 93, ഉണ്ട്. ആക്സിഡന്റ് 92. വലിയ ഗുമ്മുള്ള കാർഡൊന്നല്ല. ഷൂട്ടിംഗ് ആണ് നമ്മൾ ബൂസ്റ്റിംഗ് ക്രാഫ്റ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ.
പിന്നെ നമുക്ക് കിട്ടിയിട്ട് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ആരെയും കിട്ടിയിട്ടില്ല. പിന്നെ ആരെയാണ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇത്രയൊക്കെ തന്നെ ഉള്ളോ. പിന്നെ നമ്മുടെ നെയ്മർ, നമുക്ക് ജസ്റ്റ് ഇവർ എത്ര മാച്ച് കളിച്ചു നോക്കി നമുക്ക് ജസ്റ്റ് പോയി നോക്കി നോക്കാം. നമ്മുടെ ടീമിൽ വന്നിട്ട് 146 മാച്ചാണ് നമ്മുടെ നെയ്മർ കളിച്ചിട്ടുള്ളത്. 146 36 ഗോൾ അടിച്ചിട്ടുള്ളൂ കേട്ടോ. 36 ഗോള് 10 അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെലെ എത്ര മാച്ച് കളിച്ചിക്കണമെന്ന് വെച്ചാൽ 602 മാച്ച് കളിച്ചിട്ടുണ്ട് കേട്ടോ. 602 മാച്ചില് 220 ഗോളും 117 അസിസ്റ്റാണ് നമ്മുടെ പെലെ കൊടുത്തിട്ടുള്ളത്. പിന്നെ റൈക്കാർഡ് 744 മാച്ച് കളിച്ചിട്ടുണ്ട്. 744 മാച്ചില് 21 ഗോളും 42 അസിസ്റ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ഡി എം എഫ് കളിച്ച് ഇത്ര ഗോൾ അടിച്ചിട്ടുണ്ട്. വാണ്ടയ്ക്ക് ഒരു ഗോളൊക്കെ അടിച്ചിട്ടുണ്ടോ. വാണ്ടയ്ക്ക് 758 ഗോളും 758 മാച്ചും 5 ഗോളും 3 അസിസ്റ്റാണ്. അപ്പൊ ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. പിന്നെ ആരൊക്കെ സ്ട്രൈക്കറൊക്കെ ആയി കളിക്കുന്നത്? പിന്നെ ഇവൻ 401 മാച്ച്, 401 ടോട്ടൽ മാച്ചും 161 ഗോൾസും 68 അസിസ്റ്റും. കുഴപ്പമില്ല, ഡീസൻ്റ് ആണ്. പിന്നെ റൗള്, നിങ്ങൾക്ക് റൗളിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾക്ക് സാധനം കിട്ടി, നമ്മൾ പ്രൊഫഷണലാണ്. 458 മാച്ചും പിന്നെ 109 ഗോൾസും 79 അസിസ്റ്റുമാണ് റൗള് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഡർക്ക് കൈറ്റ് 125 മാച്ച് കളിച്ചിട്ടുള്ളൂ. അതിൽ 55 ഗോളും 20 അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാറ്റിസ്റ്റൂട്ട 183 മാച്ചും 71 ഗോള് 34 അസിസ്റ്റ് ഉള്ളൂ. പിന്നെ ആരാ ടോപ്പിൽ കഴിഞ്ഞു? മത്യൂസ് 355 കളികൾ കളിച്ചിട്ട് അതിൽ 32 ഗോളും 51 അസിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നെയ്മറിന്റെ നോക്കി, ഡിബ്രൂണെ എത്ര മാച്ചാ? 238 മാച്ചും ഡീറ്റെയിൽസ് 29 ഗോളും 32 അസിസ്റ്റാണ് നമ്മുടെ ഡിബ്രൂണെ കൊടുത്തിട്ടുള്ളത്. അസാഡ് ഞാൻ 2026 ആയപ്പോൾ കയറ്റിയത് കറക്റ്റ്. ഫസ്റ്റ് കിട്ടിയ എപ്പിക്കാണ് അസാഡ്. അതില് അവ എത്ര മാച്ച് കളിച്ചിട്ടുണ്ട്? മാച്ച് കുറവാകും. 638 മാച്ചും 89 ഗോള് 101 അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആരാ? പിന്നെ അലക്സ് അലക്സ് ഔഡി, അവൻ 251 മാച്ചും 20 ഗോള് 20 അസിസ്റ്റ്. നല്ല സ്കിൽഫുള്ളായി കളിക്കാൻ പറ്റുന്ന പ്ലെയർ, നല്ല കുഴപ്പമില്ല, നല്ല പ്ലെയറാണ്. പിന്നെ സെന്റർ ബാക്കോട് എന്തായാലും ഗോൾ അടിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ഇത്ര പേരാണ് നമ്മുടെ അക്കൗണ്ടിൽ. പിന്നെ നമുക്ക് നമ്മുടെ മാനേജർ ഒന്ന് സാബിനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയ മാനേജർ ആരോ ചോദിച്ചാൽ നമ്മുടെ ഈ മാനേജറിനാണ്, എന്താ എൻ്റെ പേര്? ബെക്കൻഡ് അങ്ങനെ എന്താ പേര് വരുന്നത്. പിന്നെ നമ്മുടെ 2-3 ഫ്രീ മാനേജറും നമ്മുടെ 2 പൈസ കൊടുത്തെടുത്ത മാനേജറും ആണുള്ളത്. ഇത്രക്കനുള്ള വ്യത്യാസങ്ങള്. നമ്മളെ ഉള്ളി പറക്കാൻ 391 കളി കളിച്ചിട്ട് ഇതിൽ സേവ് ഒന്നും കാണിക്കില്ല, തോന്നൂലേ? ഒന്നും കാണിക്കില്ല. അപ്പോ ഇത്രക്ക് തന്നെ ഉള്ളു, വലിയ മാറ്റങ്ങളൊന്നും ഇല്ല, ചെറിയ ചെറിയ മാറ്റങ്ങള്. ഇപ്പം 15 ഗോള് 38 അസിസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ തന്നെ എനേബിൾ ചെയ്താൽ ഞാനുള്ള ഫുൾ നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ പെട്ടെന്ന് അടുത്ത വീഡിയോ വരും. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.